എനിക്ക് അങ്ങനെയുള്ളൊരാഗ്രഹമൊന്നുമില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ. ആഗ്രഹം ഉണ്ടായിരുന്നത് എപ്പോഴേ കിട്ടിയേനെ. എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. NSS SNDP ഐക്യം അടഞ്ഞ അധ്യായമാണ് എന്ന് ജി സുകുമാരൻ നായർ. NSS ഈ ഐക്യ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൽ മറ്റാരുടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായി വെള്ളാപ്പള്ളി നടേശൻ രാവിലെ പറഞ്ഞിരുന്നു. എന്നാൽ ആ ആരോപണം ശരിയല്ല. അത്തരത്തിൽ മറ്റാരുടെയും ഇടപെടൽ ഇതിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. ഇത്തരമൊരു ഐക്യ ചർച്ചയിലേക്ക് വന്ന സമയത്ത് തുഷാർ വെള്ളാപ്പള്ളിയെ പെരുന്നയിലേക്ക് ചർച്ചയ്ക്ക് അയക്കുമെന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൽ സംശയങ്ങളൊന്നും തോന്നിയില്ല. എന്നാൽ പിന്നീട് ആലോചിച്ച സമയത്ത് അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല എന്ന് ബോധ്യപ്പെടുകയായിരുന്നു. കാര്യം തുഷാർ വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. NDAയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് എത്തുന്നത് ശരിയായ ഒരു രീതിയല്ല, ഇതിലൊരു കെണിയുണ്ട് എന്ന് മനസ്സിലാക്കുകയായിരുന്നു എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. അതോടൊപ്പം തന്നെ എത്രയും വേഗം പെരുന്നയിലേക്ക് ചർച്ചയ്ക്ക് എത്തുമെന്ന് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നെങ്കിലും അതിലൊരു കാലതാമസം ഉണ്ടാകുന്നു. ആദ്യ ദിവസങ്ങളിൽ എത്തുന്നില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. എന്താണെങ്കിലും വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം ലഭിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനൊന്നും തങ്ങൾക്ക് ആക്ഷേപമില്ല, അദ്ദേഹം അതിന് അർഹനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അത്തരം മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇതിന് മുന്നേ കിട്ടിയേനെ എന്നും സുകുമാരൻ നായർ പറയുകയുണ്ടായി. ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ആകാമെന്ന് പറഞ്ഞു. ഇത് വാക്കാലുള്ള കാര്യങ്ങളല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 21-ാം തീയതി ഞങ്ങൾ നേതൃയോഗം കൂടുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം, എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് കണ്ടു. സംസാരിക്കാൻ വരും. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യമാണ്. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം എന്ന് പറഞ്ഞു. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. ഞാൻ അന്നേരം ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കളൊരു പാർട്ടിയുടെ നേതാവല്ലേ, അതും കേരളത്തിലെ NDAയുടെ പ്രധാന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിഞ്ഞ് തള്ളി ഇട്ടേ പിന്നെ ഇങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഇടപെടലുകളാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നി. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഡയറക്ടറോട് ഉടനെ വിളിച്ചു കൂട്ടി ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ തീരുമാനവും ബോർഡിൽ വെച്ചു. ആരും എതിർത്തിരുന്നില്ല. ഇവിടെ വന്ന ആ ഒരു ബോർഡ് മെമ്പർമാരും എതിർത്തുന്നില്ല. നമുക്ക് ആവശ്യമില്ല, അത് അവിടെ കൊണ്ട് അവസാനിച്ചത് നന്നായി. അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അതൃപ്തിയൊന്നുമില്ല, ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല. എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഞാൻ. ഈ ഐക്യ നീക്കത്തിന് പിന്നിലെ BJP-യുടെ ഒരു കൈയുണ്ടോ? അതായത് SNDP-യെ കൊണ്ടുവന്നതിൽ ഞാനതല്ലേ പറഞ്ഞത്. അതായത് ഒരു BJP എന്നോ ഏതെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞില്ല, രാഷ്ട്രീയ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു. അയ്യോ, NSS ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട. എനിക്ക് അങ്ങനെയുള്ളൊരാഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്നത് എപ്പോഴേ കിട്ടിയാൽ
എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തത്. പക്ഷെ ഞങ്ങളതിനൊന്നും വീഴുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ഐക്യ ചർച്ചകൾ വൈകിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ പോസിറ്റീവായി കാര്യങ്ങൾ സംഭവിച്ചില്ല. ഐക്യ ചർച്ചകൾ വൈകുന്നു, ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നു, ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. വെള്ളാപ്പള്ളി നേരിട്ടെത്തിയിരുന്നെങ്കിൽ മറിച്ചാവുമായിരുന്നു. അത് അന്നേരം അത് പറയാം. പ്രശ്നം കേൾക്കുമ്പോൾ വീണ്ടും ഒരു ഐക്യത്തിന്റെ വാതിൽ തുറന്നിടുന്നത് പോലുള്ള അത് അടഞ്ഞാധ്യായം. അത് സൗഹാർദ്ദത്തിന് പോകാമെന്ന് നമ്മൾ പറയുന്നു. ഐക്യം എന്തിനാ? ഇവിടെ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഐക്യ ചർച്ചയിൽ തന്നെ BJP-കാരനായ മകനെ അവിടുന്ന് ഒരേ സമയം സമുദായത്തിന്റെ നേതാവായി പ്രവർത്തിക്കുകയും മറുവശത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണല്ലോ തുഷാർ വെള്ളാപ്പള്ളി. അത് ശരിയാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. പൊതുവെ ചർച്ച ചെയ്തൊരു കാര്യമാണ്, മകൻ BJP-ക്കൊപ്പം നിൽക്കുന്നു, അച്ഛൻ CPM-നൊപ്പം LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടും ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയമില്ല നേരത്തെ. അത് അവരുടെ സ്വാതന്ത്ര്യം, അവർ നിന്നോട്ടെ. പക്ഷെ ഇത് ഞങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞോട്ടെ. ഈ ഒരു വിമർശനം ആദ്യമേ പൂർണ്ണമായും അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലുമുണ്ട്, പലരെയും പല വൃത്തികേടും പറയുന്നുണ്ട്. എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത്. സത്യത്തിൽ എന്നെ എൻ്റെ വീട്ടിലുള്ളവരെ ഒക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള. പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വിജയം. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിരുന്നു, നായർ സഹോദരങ്ങളൊന്നും സുകുമാരൻ നായരെ വെറുക്കരുത്. അതാണ് ഈ തന്ത്രപരമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നായർ സഹോദരന്മാരൊക്കെ NSS-നോട് കൂടി നിൽക്കുന്നവരെ NSS-നോട് കൂടി തന്നെ. ഈ ലോകത്തുള്ള നായന്മാർ മുഴുവൻ NSS-കാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഒരു കണക്കിന് അത്രയും താമസം വന്നത് നന്നായില്ല എൻ്റെ അഭിപ്രായം. കൂടിക്കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിന്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. അവർക്ക് അതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ, ഞാനതിന് തെറ്റും പറയുന്നില്ല. അവരുടെ നയങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ, ഞങ്ങളുടെ നയങ്ങളനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കാം. പക്ഷേ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിത് വേണ്ടെന്ന് വെച്ചത്. VD സതീശൻ കഴിഞ്ഞ ദിവസം ഇതിനോടെ ഈ പിരിഞ്ഞ സമയത്ത് പറഞ്ഞത് ഈ ഒരു അവരുടെ ആഭ്യന്തര കാര്യമാണ്, പക്ഷേ തങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ സമുദായ സംഘടനകൾ ഇടപെടാൻ വരരുത് എന്നാണ് നിലപാട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരുന്നത്. വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നെ ഇപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നത്? സമുദായ സംഘടന കാണാൻ പറ്റുന്നത്. BD സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയി സെനറ്റിന് പോയി. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. അല്ല, അതില്ലെന്നല്ലേ ഇപ്പം തെളിയിക്കുന്നത് ഇത് അല്ലേ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവിടെ ന്യൂനപക്ഷത്തിന് കയ്യിലെടുക്കാനല്ലേ ശ്രമിക്കുന്നത് അല്ലേ? അത് പ്രവൃത്തിയല്ലേ? അങ്ങനെ സാമുദായിക സംഘടനയെ ആക്ഷേപിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും പാരയായിത്തീരും. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ വിരോധമല്ല, വേറെ ഒന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇതൊന്ന് ഞാൻ തൂത്ത് കളയണം എന്ന് മാത്രം പറഞ്ഞില്ലായിരുന്നു. രഹസ്യമായി വന്ന് പറഞ്ഞാൽ വേറെ പലയിടത്തും പോയി പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് പത്രത്തിൽ കൂടെ നിങ്ങളൊരു യോഗത്തിൽ വെച്ച് അയാളുടെ ദൂതനെ അയച്ചിരുന്നില്ല, ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് തരികയോ ഞങ്ങളെ കാണുകയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുണ്ട്. ഇല്ല, ആ ദൂതൻ വന്നാൽ അയച്ചതാണോ അയാൾ എന്നാണ് അങ്ങനെ സെക്രട്ടറിയാണ് വന്നത്.
സതീശൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ വർഗീയത പറയാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ആര് വർഗീയത പറഞ്ഞു? സതീശൻ അല്ല, വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി. ആ. അല്ല, ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പെരുമാറാൻ കാര്യം വന്നു. അതിനകത്ത് ഞങ്ങളും പെടത്തില്ല. ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണേ, അവിടെ നിന്ന് അവിടെ നായന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ. അപ്പം അവരുടെ ഒരു സഹായം എനിക്ക് തേടിത്തരണം എന്ന് പറഞ്ഞല്ലേ വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതനുസരിച്ച് അവിടെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, ആ താലൂക്കിലെ ഒരു പ്രസിഡന്റ് കാണും, കമ്മിറ്റി എല്ലാം. ആ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കുമ്പം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു. ഞങ്ങളപ്പോഴും സമദൂരത്തിലാണ്, എന്നിട്ടും ഞാൻ വിളിച്ച് പറഞ്ഞു വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അയാൾ സഹായിച്ചു. ഇത്തവണ അത്തരം സഹായമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ലില്ല, കൊടുത്തോട്ടെ അത് ആര് വേണേൽ കൊടുത്തോട്ടെ. ഞങ്ങൾക്ക് ഇത്തവണ ആരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പറ്റും. സമദൂരം തന്നെ, ആർക്ക് ഇഷ്ടമുള്ളവർ കൊടുത്തോട്ടെ, കുഴപ്പമൊന്നും. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തില് നായർ സമുദായാംഗങ്ങൾക്കിടയിൽ NSS ഒന്നും ബാധിക്കുന്നില്ല. അല്ല, സർക്കാരിനെ, ഇപ്പോഴത്തെ ഇടത് സർക്കാരിനെ ബാധിക്കില്ലേ? ഇല്ല, അതെങ്ങനെ ഞാൻ ചോദിക്കുന്ന ഇപ്പം ഈ കള്ളത്തരം കണ്ടുപിടിക്കുന്നത് നാട്ടുകാരാണ്. ഒരു സാധനം മോഷണം പോയി, അത് കണ്ടുപിടിക്കുന്നത് ആരാ? അതിനുള്ള സംവിധാനം ഇവിടെ ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. അത് പോരെങ്കിൽ അതിൻ്റെ മുകളിൽ കോടതികൾ. ഇത് രണ്ടും അന്വേഷിക്കുന്നില്ലേ? അവർക്ക് വിട്ടുകൊടുക്കുക. അതേസമയം ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, കുറ്റവാളികളെ ആരെയും വേണം ശിക്ഷിക്കണം, പിടിക്കണം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഈ അന്വേഷണ കാര്യത്തിൽ അത് ആർക്ക് ദോഷം ചെയ്യുമെന്നുള്ളതൊന്നും ഞങ്ങൾ കണ്ടുകൊണ്ടല്ല ഈ പറയുന്നത്. എല്ലാ സർക്കാരും കോടതിയും നല്ലതുവണ്ണം ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.